ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ബാങ്കുമായി റിലേറ്റഡ് ആയി നടക്കുന്നവരുടെ ഒരു പേടി സ്വപ്നമാണ് സിബിൽ സ്കോർ എന്നത്. ബാങ്കുമായി എന്നല്ല, ലോണുമായിട്ടും അല്ലെങ്കിൽ ലോൺ എടുത്തുകൊണ്ട് മറ്റ് ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാണ് സിബിൽ സ്കോർ. അപ്പൊ ഈ സിബിൽ സ്കോർ കുറയുകയാണെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ നമ്മളെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നമ്മളെ ബാധിക്കും. അപ്പൊ അതിനുള്ള ഒരു 99% സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ഒരു EMI എടുത്തു, നമ്മൾ ഉദാഹരണത്തിന് ഒരു വാഹനം എടുത്തു. ഈ വാഹനത്തിന്റെ ഒരു EMI വരുന്നത് 11,000 രൂപയാണ്. നമ്മുടെ അക്കൗണ്ടിൽ ഈ വരുന്ന മാസം അടയ്ക്കാൻ EMI ഇല്ല, പൈസ ഇല്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്നത് എന്താണ്? ഈ മാസത്തെ EMI പോട്ടെ, ഇനി അടയ്ക്കണ്ട. അല്ലെങ്കിൽ കാർ അവരെടുത്തോണ്ട് പോട്ടെ, ഇത്രയും നാൾ ഓടിച്ചില്ലേ, അതുകൊണ്ട് ഇനി സിവിൽ സ്കോർ ഒന്നും വേണ്ട, ഇനി ലോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഭൂരിഭാഗം ആൾക്കാരും EMIക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോൺ ആപ്പിൽ നിന്നൊക്കെ ലോൺ എടുത്ത് മുടക്കം വരുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനിയിപ്പോ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്നില്ല, എന്റെ പൈസയൊക്കെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ടുപോയി, ഇനി ജോലി ചെയ്ത് തന്നെ ജീവിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് പേര് പോകുന്നത്. പക്ഷെ വീണ്ടും ഒരു 2-3 മാസം കഴിയുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ സിബിൽ സ്കോർ, നമ്മുടെ സിബിൽ സ്കോർ പോയി, ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് ഓട്ടമാകുന്നത്. ഞാനും ഈ ഒരു ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിരിക്കുന്ന അല്ലെങ്കിൽ പോയ ആളാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഒന്നിൽ നിന്നും ലോൺ എടുക്കാതിരിക്കുക, നല്ല കാര്യം, ബെറ്റർ. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒന്നിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കുക. നമ്മൾ നമ്മൾ ജോബ് വഴി തന്നെ നമ്മൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ അത് പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇപ്പൊ സിബിൽ സ്കോർ മൊത്തത്തിൽ പോയി, നമുക്ക് സിബിൽ സ്കോർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്കത് കൂട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഈ സിബിൽ സ്കോർ കൂട്ടിത്തരാന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫ്രോഡ് ഏജൻസിമാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അത് സൂക്ഷിക്കുക. സാറിന് 5,000 തന്നാൽ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ സാറിന്റെ സിബിൽ സ്കോർ 200 കൂടും, 300 കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പൊള്ള വാഗ്ദാനങ്ങളുമായിട്ട് ഒരുപാട് ഏജൻസി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും കൊണ്ട് തലയിട്ട് നിങ്ങളുടെ പൈസ കൊണ്ട് കളയരുത്. ഓക്കെ, ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് പേർക്ക് പൈസ പോയിട്ടുണ്ട്. അപ്പൊ ഈ തട്ടിപ്പുകാരെന്ന് വെച്ചാൽ അവരുടെ പ്രൊഫഷനാണ് ഈ തട്ടിപ്പ് എന്ന് വെച്ചാൽ. നമ്മളിപ്പോ ഒരു AC മെക്കാനിക്, നമ്മുടെ ഇടയിൽ ഒരു AC മെക്കാനിക്കൽ ഉണ്ടാകുന്ന വിചാരിക്കുക. ഒരു 5 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു AC മെക്കാനിക്കിന് ആ AC കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇടുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു എന്താണ് ഫോൾട്ട് എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ഫ്രോഡ് ആൾക്കാർക്കും, പറ്റിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് വരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മുടെ സിബിൽ സ്കോർ പെട്ടെന്ന് കൂട്ടണം. പെട്ടെന്ന് കൂട്ടാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമുക്ക് ഉള്ള EMI വീണ്ടും ഡ്യൂ ആക്കിക്കൊണ്ട് കൂട്ടാനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്കൊരു 2-3 EMI ഡ്യൂ ആയിട്ട് വന്നായിരുന്നു, സെറ്റിൽമെന്റ് ഒക്കെ ചെയ്തു, പക്ഷെ സിബിൽ സ്കോർ കൂടുന്നില്ല. അപ്പൊ ഇതെല്ലാം നിങ്ങൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ സിബിൽ സ്കോർ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയുള്ള 2 NBFCയും പിന്നെ ഒരു FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡുമാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സെറ്റ് FD ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. ഒരുപാട് പേർക്ക് സിബിൽ സ്കോർ കൂട്ടിയ ഒരു കിടിലം കാർഡാണ് FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ്. അപ്പൊ ഇത് നിങ്ങൾ FD ഇടുന്ന പൈസ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം, ആർക്കും കൊടുക്കുകയോ ഒന്നും തന്നെ വേണ്ട, നമ്മളെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ. അപ്പൊ ഇവരുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു 750 സിബിൽ സ്കോർ ആണ് ഇവരുടെ ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതും വെറും 30 ദിവസത്തിന് നമ്മുടെ സിബിൽ സ്കോർ കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് സാധാരണ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. RBI അപ്രൂവ് ആണ്, നിങ്ങളുടെ പൈസ ഒന്നും എവിടെയും പോകില്ല. പിന്നെ സ്വിഗ്ഗി, സൊമാറ്റോ, ഇൻസ്റ്റാമാർട്ട്, ബുക്ക് മൈ ഷോയിലൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ FD ഇടാൻ പറ്റുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ 2,000 രൂപയാണ്. ഈ 2,000 രൂപ ഇട്ടാൽ ഏകദേശം വന്നിട്ട് 80% വരെ, 1,600 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 400 രൂപ അതിൽ ക്രെഡിറ്റ് കാർഡിൽ കിടക്കും, ആ ഒരു FD ബാക്ക് കാർഡിൽ കിടക്കും. ഓക്കെ, പിന്നെ 41 ദിവസത്തെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആണ് അവർ തരുന്നത്. ഇതും എടുത്ത് വീണ്ടും നിങ്ങൾ കുളമാക്കരുത്. ഈ 2,000 രൂപ ഇതിലിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നില്ലേ, ഓരോ മാസം ആകുന്ന സമയത്ത് നമ്മൾ തിരിച്ചടയ്ക്കുക, അതുപോലെ തന്നെയാണ് 41 ദിവസത്തെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ഇവർ തരുന്നതാണ്. പിന്നെ 100% നിങ്ങളുടെ FD ലിമിറ്റ് എല്ലാം സെക്യൂർഡ് ആണ്, DICGC അപ്രൂവ്ഡ് ആയതാണ്, അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. പിന്നെ ഇതിന് സിബിൽ സ്കോറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ KYC കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു FD ഇതിൽ ഇടുക. 2,000 രൂപ മുമ്പ് 5,000 ആയിരുന്നു, ഇപ്പോൾ ഒരു കുറച്ചിട്ടുണ്ട്, 2,000 ആക്കിയിട്ടുണ്ട്. വളരെ നല്ല ഓപ്ഷനാണ്. നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഒരുപാട് പേർക്ക് സിബിൽ സ്കോർ കൂട്ടിയ ഒരു കിടിലം ഓപ്ഷനാണ് ഈ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സെറ്റ്. FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സെറ്റ് ആപ്ലിക്കേഷൻ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.
പിന്നെ രണ്ടാമത് വരുന്ന നമുക്ക് എല്ലാവർക്കും പരിചയമായുള്ള ഒരു ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ്. സിബിൽ സ്കോർ പോയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിതൊരു സർവേയിൽ കൂടെ നമ്മൾ കണ്ടുപിടിച്ചാണ്. സിബിൽ സ്കോർ പോയ ഒരാൾക്ക് ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു നല്ല ബാങ്കിൽ നിന്നൊക്കെ ലോൺ കിട്ടണമെങ്കിൽ ഒരു വർഷമൊക്കെ എടുക്കും. സെറ്റിൽമെന്റ് കേസ് ആണെങ്കിൽ അതിൽ കൂടും. നല്ല ബാങ്ക് എന്ന് വെച്ചാൽ HDFC, ICICI ബാങ്ക് ഒക്കെ പോലുള്ള ബാങ്ക് ആണെങ്കിൽ. അപ്പോ നമുക്ക് സാധാരണ ഒരു സിബിൽ നഷ്ടപ്പെട്ട് ഒരു മാസം കഴിഞ്ഞ് നല്ല ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ നമ്മൾ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടാതിരിക്കുന്ന നമ്മുടെ സിബിൽ സ്കോറിൽ കഴിഞ്ഞ മാസം സെറ്റിൽമെന്റ് വന്നു, എല്ലാം ക്ലിയർ ചെയ്തു, പക്ഷെ സെറ്റിൽമെന്റ് അതേപോലെ കിടപ്പുണ്ട്. അപ്പൊ ഇത് ക്ലിയർ ചെയ്ത് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്ത കേസെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലോൺ കിട്ടുന്ന 2 ആപ്ലിക്കേഷനാണ്. NBFC ആണ്, ട്രൂ ബാലൻസും ബ്രാഞ്ചും. അതിൽ കുറച്ചുകൂടെ നല്ല ഒരു ഫെസിലിറ്റി ഉള്ളത് ട്രൂ ബാലൻസ് ആണ്. അപ്പൊ അത് എനിക്ക് ഉൾപ്പെടെ പരിചയമാണ്. ഈ ട്രൂ ബാലൻസ് എനിക്ക് സിബിൽ കുറെ മുമ്പാണ് കേട്ടോ, ഇപ്പോഴല്ല, നഷ്ടപ്പെട്ടു. എനിക്ക് ട്രൂ ബാലൻസ് ആദ്യം കിട്ടി 2000 രൂപയാണ്. അത് കറക്റ്റ് അടച്ചുപോയി. ഒരു 1-2 മാസത്തിനകം എനിക്ക് കൂടുതൽ എമൗണ്ട് കിട്ടി. പിന്നെ ബാങ്കിൽ നിന്നൊക്കെ എമൗണ്ട് കിട്ടാൻ തുടങ്ങി. ഓക്കെ, അല്ലാതെ നിങ്ങൾ വെറും 10,000 രൂപ 15,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് എന്താ പറയുന്നത് വേറെ ഏജൻസി ഒന്നും സമീപിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ പൈസ പോകും. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കുക. അതിൽ ഏറ്റവും കുറഞ്ഞ പല ബാങ്കിലും FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇവിടെ നമ്മുടെ FD ബാക്ക്ഡ് സെറ്റ് പവേർഡ് ചെയ്യുന്ന SBM ബാങ്കിന്റെ RBI അപ്രൂവൽ ഉണ്ട്. എല്ലാ ഇൻഷുറൻസ് ഫെസിലിറ്റി എല്ലാം, നിങ്ങൾക്ക് പൈസയൊന്നും നഷ്ടപ്പെടില്ല. അത് ഞാൻ ഉറപ്പ് തരുന്നു. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സിബിൽ സ്കോർ ഒരു മാസത്തിനകം, ഒരു മാസം എന്ന് അവർ പറയുമെങ്കിലും മാക്സിമം 1.5 മാസത്തെ നിങ്ങളുടെ പൈസ സിബിൽ സ്കോർ കൂടും. ഈ FD ഇടുന്ന ക്യാഷ് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം. നിങ്ങൾ എങ്ങനെ FD കാർഡ് ഇടുക, നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നല്ലോ. നിങ്ങൾ ഒരു മാസം നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ആ പൈസ എടുത്തിട്ട് വീണ്ടും പൈസ അടയ്ക്കുക. അതേപോലെ നിങ്ങൾ 4-5 മാസം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. 1-2 വർഷമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ട്രൂ ബാലൻസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ FD ബാക്ക്ഡ് ക്രെഡിറ്റ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ട്രൂ ബാലൻസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രൂ ബാലൻസിൽ നിന്നും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റിന്റെ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് വേണം. എല്ലാം ക്ലിയർ ഫെസിലിറ്റിയാണ്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഇതെല്ലാം RBI അപ്രൂവ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു, എനിക്ക് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഡ്യൂ വന്നിട്ടുണ്ട്, എല്ലാം ക്ലിയർ ചെയ്തു, അപ്പൊ ഏതിൽ നിന്ന് ലോൺ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽമെന്റ് നമ്മൾ ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ ലോൺ ഡ്യൂ മുമ്പത്തെ 6-7 ലോൺ ഡ്യൂ എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം നമുക്ക് ആദ്യം നമുക്ക് പേഴ്സണൽ ലോൺ തരുന്ന ഒരു ആപ്പ് ട്രൂ ബാലൻസ് ആണ്. പിന്നെ എൻ്റെ അനുഭവത്തിൽ, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ അനുഭവത്തിൽ 100-150 പേര് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ബ്രാഞ്ചും. അപ്പൊ ഞാൻ സെറ്റ് FD കാർഡിന്റെയും ട്രൂ ബാലൻസിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.